യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വരുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും വലിയവനായ ദൈവം നമുക്ക് വീണ്ടും ആയുസ്സും അവസരവും ആരോഗ്യവും കൃപകളെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെക്കുറിച്ചുള്ള ദൂതായിരുന്നു നാം ചിന്തിച്ചു വന്നത്. 2-3 സഭകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ സഭ എഫേസോസിലെ സഭയാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സഭ. എന്നാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. ദൈവം അവർക്ക് വീണ്ടും അവസരം കൊടുക്കുകയാണ്. വീണ്ടും മാനസാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല പ്രിയപ്പെട്ടവർ. ദൈവം നമ്മെ വീണ്ടും ചേർത്ത് നിർത്തുന്നവനാണ്. വീണ്ടും അവസരം തരുന്നവനാണ്. മാറിപ്പോയാലും പിന്മാറിപ്പോയാലും തളർന്നു പോയാലും വീണു പോയാലും എടുത്ത് വീണ്ടും എഴുന്നേൽപ്പിച്ച് നമ്മെ ഓടുവാൻ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നാം ചിന്തിച്ചു സർദീസിലെ സഭ. സർദീസിലെ സഭയുടെ അനുഭവം, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നാണ് ദൈവാത്മാവ് സഭയോട് പറയുന്നത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രിയപ്പെട്ടവരെ,
അവർക്കും ദൈവം മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുകയാണ്. അനേക ദൈവമക്കൾ ആ സർദീസിലെ സഭയിൽ ആത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനൊരു സന്തോഷമുള്ളത്, അവിടെ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരുണ്ട്. ഒരു ചെറിയ ന്യൂനപക്ഷം ഉടുപ്പ് മലിനമാകരുതെന്നുള്ളതായ നിർബന്ധത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ആ സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നാം ചിന്തിച്ചത് ലവദോക്യ സഭയെക്കുറിച്ചാണ്. ലവദോക്യ സഭയുടെ അനുഭവം ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയുമെന്നാണ് ജീവനുള്ള ദൈവം ലവദോക്യ സഭയിലെ ദൈവമക്കളോട് പറഞ്ഞത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, വലിയ ആത്മീയ തീഷ്ണതയൊന്നുമില്ല, എന്നാൽ പ്രകടമായ വലിയ പാപത്തിലേക്ക് പോകുന്നുമില്ല. ഒരു പുത്തുവരുത്തിയ ആത്മീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോവുകയാണ്. അവരെ നോക്കി ദൈവം സന്തോഷിക്കുന്നില്ല, അവരെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ അനുഭവം എന്താണ്? ഞാനൊരു ശീതോഷ്ണാവസ്ഥയിൽ ഇങ്ങനെ അങ്ങ് മുൻപോട്ട് പോവുകയാണ്. വലിയ കുഴപ്പമില്ലാതെ ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ ജീവിക്കുകയാണോ? ഒരിക്കലും ഒരു മാനസാന്തരം കിട്ടി, പിന്നെ പ്രകടമായ പാപത്തിലേക്കൊന്നും പോയില്ല, കൂട്ടായ്മയിൽ വരുന്നുണ്ട്, ദൈവമക്കളെ കാണുന്നുണ്ട്, ഒരു സന്തോഷമെല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയമായ ആ ഒരു തീഷ്ണത, ആ ഒരു എരിവ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല. ഒരു ശീതോഷ്ണാവസ്ഥയിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മുടെ അനുഭവമെങ്കിൽ നമ്മ നോക്കി കർത്താവ് സന്തോഷിക്കുന്നില്ല, നമ്മ നോക്കി കർത്താവ് സന്തോഷിക്കുന്നില്ല. പക്ഷെ അവരെയും കർത്താവ് തള്ളിക്കളയുന്നില്ല. അവരുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് കർത്താവ് മുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതം തിരുത്താൻ വേണ്ടിയിട്ടാണ്, പുതിയ സമർപ്പണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെ കുറിച്ചാണ്. നാം കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറുള്ള സമയത്ത് വെളിപ്പാട് പുസ്തകം ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 7 ഏഴുകളെക്കുറിച്ച് യോഹന്നാൻ സാർ പറഞ്ഞിട്ടുണ്ട്. 7 ഏഴുകൾ, 7 സഭകൾ, 7 ദൂതന്മാർ, 7 പൊൻനിലവിളക്കുകൾ, 7 കലശങ്ങൾ, അങ്ങനെ 7 ഏഴുകളെക്കുറിച്ച് നാം ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 7 ഭാഗ്യവാന്മാരെ കുറിച്ചുള്ളതായ ഒരു വർണ്ണന ഈ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഭാഗ്യവാന്മാരെ കുറിച്ചുള്ളതായ പല സങ്കല്പങ്ങളും നമുക്കുണ്ട്. ആരാണ് ഈ ഭൂമിയിൽ ഒരു ഭാഗ്യവാൻ? സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാരെന്ന് കരുതുന്നവരുണ്ട്, നല്ലൊരു ജോലി കിട്ടുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവരുണ്ട്, നല്ലൊരു ഭാര്യയെ ലഭിക്കുന്നത് അതൊരു ഭാഗ്യമായി കരുതുന്നവരുണ്ട്, വിദേശത്തൊരു ജോലി ലഭിക്കുന്നത് അതൊരു ഭാഗ്യമായി കരുതുന്നവരുണ്ട്, ഒരു സർക്കാർ ജോലി ലഭിക്കുന്നത് ഭാഗ്യമായി കരുതുന്നവരുണ്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ഭാഗ്യമായി കരുതുന്നവരുണ്ട്. തീർച്ചയായിട്ടും ദൈവം തരുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാം, അതെല്ലാം ഭാഗ്യങ്ങൾ തന്നെയായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകപ്രകാരം നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളെല്ലാം ശവക്കുഴി മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്തെല്ലാം ലഭിച്ചാലും ശവക്കുഴി വരെ മാത്രം, അതിനപ്പുറത്തേക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്, നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രവചനാത്മകമായി ദൈവാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. വരാനിരിക്കുന്ന ലോകം, വരാനിരിക്കുന്ന ആ സ്വർഗരാജ്യം, ആ സ്വർഗീയ യെരൂശലേം, പുതിയ യെരൂശലേം, അതിനെക്കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം മുഴുവനായും വ്യക്തമായി പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ലോകത്ത് ആരാണ് ഭാഗ്യവാൻ? അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നമ്മിൽ പലരും ഞാനൊരു നിർഭാഗ്യനാണല്ലോ, ഞാനൊരു ഭാഗ്യഹീനനാണല്ലോ, ഞാനൊരു ഭാഗ്യം കെട്ടവനാണല്ലോ എന്ന് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ചിന്തിച്ചവരാകാം. കാരണം ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ പലതും നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു നിർഭാഗ്യനാണല്ലോ എന്ന് കരുതിയവർ ഒരുപക്ഷെ ഉണ്ടാകാം. നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട്, പരീക്ഷ പാസ്സാവാത്തത് കൊണ്ട്, 10 പൈസ കയ്യിലെടുക്കാനില്ലാത്തത് കൊണ്ട്, ഒരു ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അങ്ങനെ പല പോരായ്മകളും ഉള്ളതുകൊണ്ട് ഞാനൊരു നിർഭാഗ്യനാണല്ലോ എന്ന് ചിന്തിക്കുന്നവരും ചിന്തിച്ചവരും കരുതുന്നവരും ഉണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വരാനിരിക്കുന്ന ലോകത്ത് ആരാണ് ഭാഗ്യവാൻ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും
കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്കും ആശയ്ക്ക് വകയുണ്ട്, നമുക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. ഇത് കേൾക്കുന്നവർ അവരും ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നാമും ഭാഗ്യവാന്മാർ തന്നെയാണ്. നമുക്ക് പല പോരായ്മകളും ഉണ്ട്, ശരിയാണ്. ഒരുപക്ഷെ നാം വലിയ കഷ്ടതയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്, വലിയ ദുരിതത്തിൽ കൂടിയായിരിക്കും നാം കടന്നു പോകുന്നത്, വലിയ രോഗത്തിൻ്റെ പരീക്ഷയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്, വലിയ കടബാധ്യതയുടെ ഞെരുക്കം നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാവാം, ചില അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ നാം നിരാശയോടെ നിൽക്കുകയായിരിക്കാം. എങ്കിലും സഹോദര, നീ ഒരു ഭാഗ്യവാനാണ്. കാരണം ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ നിനക്കിടയായല്ലോ. അനേകർക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവർ, അനേകർക്ക് ഈ വചനം കേൾക്കാനുള്ള അവസരമില്ല, അനേകർ ഈ വചനം കേൾക്കുന്നില്ല, അനേകർ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും അതിനൊരു സാഹചര്യമില്ല. എന്നാൽ വലിയവനായ ദൈവം ഈ തലമുറയിൽ ജീവിക്കുവാൻ, ഈ തലമുറയിൽ ജനിക്കുവാനും, ഈ ദേശത്തോട് ചേർന്ന് ജനിക്കുവാനുമെല്ലാം ഇടയായല്ലോ എന്ന് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ തലമുറകൾക്ക്, എൻ്റെ പൂർവ്വ പിതാക്കന്മാർക്ക് ലഭിക്കാത്തതായി ഈ സൗഭാഗ്യം, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് മാറ്റമില്ലാത്ത ആ സ്വർഗീയ വചനം ശ്രവിക്കുവാൻ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഇടയായല്ലോ. എനിക്കങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗ്യവാൻ ആരാണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ഈ 7 ഭാഗ്യവാന്മാരാരാണ് എന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കിയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്. ഉടുപ്പ് സൂക്ഷിക്കുന്നവനാണ് ഭാഗ്യവാൻ. വളരെ ജാഗ്രതയോടെ, ജീവിത വസ്ത്രത്തിൽ ഒരു കറ പറ്റരുത് എന്നുള്ളതായ നിർബന്ധത്തോടെ, വളരെ ജാഗ്രതയോടെ, എപ്പോഴും സൂക്ഷ്മതയോടെ തൻ്റെ വഴികളെ സൂക്ഷിക്കുന്നവൻ, തൻ്റെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവനാണ് രണ്ടാമത്തെ ഭാഗ്യവാൻ. 19-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ ഗണത്തിലും നാം പെട്ടവരാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നാം. ദൈവത്തിന് വചനം കേൾക്കാൻ വരിക എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്കുള്ള ക്ഷണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന അരുമ മണവാളനാകുന്ന കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. നാം ഭാഗ്യവാന്മാരാണ്. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. അവിടെ 4-ാമത്തെ ഭാഗ്യവാനെ കുറിച്ച് പറയുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ സ്വർഗീയ സൗഭാഗ്യം തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചു കൂട്ടിയത്. ദൈവം നമുക്ക് വചനം തരുന്നത്, ദൈവം നമുക്ക് ശുദ്ധീകരണത്തിന് വചനം തരുന്നത്, ദൈവം നമുക്ക് പാപബോധത്തിൻ്റെ വചനം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ദിവസം ഇവിടെ നാം ഓരോരുത്തരും കടന്നുപോയില്ലേ പ്രിയപ്പെട്ടവർ? നാം ആര് തന്നെയായാലും, നാം എന്ത് തന്നെയായാലും, ഒരു ദിവസം, ഏതോ ഒരു ദിവസം, അതൊരു നാം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം, നാം ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കാം, നാം ഒരിക്കലും ചിന്തിക്കാത്ത സമയത്തായിരിക്കാം, നമ്മൾ ഓരോരുത്തരായി ഈ ഭൂമിയിൽ നിന്ന് അക്കരയിലേക്ക് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, അന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ സൗഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ദൈവത്തിന് 20-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 5-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാനും ഒരു ഭാഗ്യവാനാണെന്ന് നിങ്ങളുടെ ഹൃദയം ഏറ്റുപറയുന്നുണ്ടോ? ഇവിടെ ദുരിതമുണ്ടെങ്കിലും, ഇവിടെ കഷ്ടതയുണ്ടെങ്കിലും, ഇവിടെ പ്രയാസങ്ങളുണ്ടെങ്കിലും, ഇവിടെ പ്രതിസന്ധികളുണ്ടെങ്കിലും, ഇവിടെ വേദനാ വിഷയങ്ങളുണ്ടെങ്കിലും, ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിലും, ഇവിടെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും, ഒരു നല്ല വാക്ക് ചോദിക്കാൻ എനിക്ക് ആരുമില്ലെങ്കിലും, ഞാനൊരു ഭാഗ്യവാനാണ്. ഞാനൊരു ഭാഗ്യവാനാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? അതെയോ നിങ്ങളുടെ ഹൃദയം നിരാശപ്പെട്ടിരിക്കുകയാണോ?
സഹോദരൻ, നീ നിരാശപ്പെടണ്ട. നീയും ഒരു ഭാഗ്യവാനാണ്. നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. നിന്നെയും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുതരാനാണ് യേശു നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. നിനക്ക് വചനം തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിനക്കൊരു മാനസാന്തരം തന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിന്നെ അവൻ്റെ രക്തം കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നിനക്ക് പങ്കുതരാനാണ്. പ്രിയപ്പെട്ടവരെ, നാം എത്ര ഭാഗ്യശാലികളാണ്. 22-ാം അധ്യായം 7-ാമത്തെ വാക്യം, 6-ാമത്തെ ഭാഗ്യവാനെക്കുറിച്ച് അവിടെ ദൈവത്തിന് വചനം പറയുന്നുണ്ട്. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഈ പ്രവചനത്തിലെ വചനം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഒന്നാമത് നാം വായിച്ചു, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഇവിടെ അപ്പോസ്തലൻ വീണ്ടും അത് ഒന്നുകൂടെ എടുത്ത് ഊന്നി പറയുകയാണ്, വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കണമെന്നുള്ളതായ ഒരു നിർബന്ധം നിങ്ങൾക്കുണ്ടോ? നാം ഒത്തിരി കേൾക്കുന്നവരാണ്, പക്ഷേ ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കണം, ഈ വചനപ്രകാരം എൻ്റെ ജീവിതം ക്രമീകരിക്കണം. നാം ധാരാളം കേട്ടവരല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വീണ്ടും 22-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവർ, 7-ാമത്തെ ഭാഗ്യവാനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കർത്താവ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം താഴ്ത്തുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയം എളിമപ്പെടുത്തുമെങ്കിൽ കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ വസ്ത്രം അവൻ അലക്കി തരികയാണ്. ഒന്നാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഈ പ്രവചനത്തിലെ 1-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും, ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ളതായ ഒരു സൗഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഞാൻ ഓർക്കുകയാണ്, നമുക്ക് സമൃദ്ധിയായിട്ട് ഇന്ന് ദൈവത്തിന് വചനം ലഭിക്കുന്നുണ്ട്. ഒരു കുറവും വചനം ലഭിക്കുന്നതിന് ദൈവം വരുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ സൗജന്യമായി സ്വർഗം നമുക്ക് വചനം വീട്ടിൽ കൊണ്ടു തരുന്നുണ്ട്. പവർ വിഷൻ ടിവിയിൽ രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് 1:30-ക്കും രാത്രി 8:30-ക്കും സൗജന്യമായി തരികയാണ്. എന്നാൽ നാം ഇത് എത്ര പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? എത്ര പേര് ഈ വചനത്തിൽ സന്തോഷിക്കുന്നുണ്ട്? ഈ വചനത്തിൽ ആനന്ദിക്കുന്നുണ്ട്? 119-ാം സങ്കീർത്തനം 162-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് 119-ാം സങ്കീർത്തനം. അതിൻ്റെ 162-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് നാം പറയുന്നത്? വായിച്ചത് വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന്. വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെയാണ് ഈ ദൈവവചനം എനിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവമാണോ അത്? നമ്മുടെ അനുഭവമാണോ? വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ, വലിയ ഒരു നിധി ലഭിച്ചവനെ പോലെയാണ് എനിക്ക് ഈ വചനം എന്ന് പറയുന്നത്. നമുക്ക് മാധുര്യമാണോ? അത്രമാത്രം മാധുര്യമാണോ ഈ വചനം? അത്രമാത്രം സന്തോഷം തരുന്നതാണോ ഈ വചനം? വലിയ കൊള്ള കണ്ടുകിട്ടിയതിനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് 165-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഈ വചനം കേൾക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവം എന്താണ്? ഒന്ന്, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. 165-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് നിന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനമുണ്ടെന്നല്ല, മഹാസമാധാനമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കളുടെ മുഖം ഇങ്ങനെ പ്രസന്നമായിരിക്കുന്നത്? ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. നിന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യമല്ലേ? വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടതിന് ശേഷമല്ലേ ഒരു സമാധാനം നാം അനുഭവിക്കാൻ തുടങ്ങിയത്? ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സമാധാന ജീവിതം നയിക്കാൻ തുടങ്ങിയത് വാസ്തവത്തിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് മുതലാണ്.
ഞാൻ ഓർക്കുകയാണ്, ഈ വചനമാണ് എന്നെ അനുഗ്രഹിച്ചത്. എന്നെ ഞാനാക്കി തീർത്തത് ഈ ദൈവത്തിൻ്റെ വചനം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനമാകുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. വചനം നമുക്ക് ധാരാളം സൗജന്യമായി കർത്താവ് തരുന്നുണ്ട്. പക്ഷേ ഈ വചനത്തിന് നാം വില കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇന്ന് വചനത്തിൻ്റെ സമൃദ്ധി നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. വചനത്തിൻ്റെ സമൃദ്ധി. എന്നാൽ നാം എത്ര പേരതിന് വില കൊടുക്കുന്നുണ്ട്? ഇതിനൊരു ക്ഷാമം വരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് സമൃദ്ധിയായിട്ട് ലഭിക്കുന്നുണ്ട് വചനം. എന്നാൽ ഇതിനൊരു ക്ഷാമകാലം വരുന്നുണ്ട്. ഒരു ക്ഷാമകാലം വരുന്നുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ പ്രവാചകനായ ആമോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വലിയ ക്ഷാമം വരുന്നുണ്ട്. വചനത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു ക്ഷാമം. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹവുമല്ല. ഇനി ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ക്ഷാമം എന്ന് പറയുന്നത് എന്താണ്? വചനത്തിന് വേണ്ടിയുള്ളതായ ക്ഷാമം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു. ജീവനുള്ള ദൈവം പറയുകയാണ്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവവചനങ്ങളെ കേൾക്കേണ്ടതിനുള്ളതായ വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നതായ നാളുകൾ വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനമല്ലേ? ഇത് വചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷാമം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു ക്ഷാമകാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് വചനത്തിൻ്റെ സമൃദ്ധി നമുക്കുണ്ട്. ഇന്ന് നമുക്ക് പലതിനും ദാരിദ്ര്യമില്ല, പലതിനും ക്ഷാമമില്ല. ഒരു കാലത്ത് നാം വിശന്ന് കഴിഞ്ഞവരുണ്ട്, ആഹാരത്തിന് വിഷമിച്ചവരുണ്ട്, 10 പൈസ കയ്യിലെടുക്കാൻ വിഷമിച്ചവരുണ്ട്. ഇന്ന് ആ ക്ഷാമമെല്ലാം മാറി, ഇന്ന് ആ ദാരിദ്ര്യമെല്ലാം മാറി. പ്രിയപ്പെട്ടവരെ, ആത്മീയമായും ഭൗതികമായും നാം ചിന്തിക്കുമ്പോൾ അനേക സമൃദ്ധി ദൈവം നമുക്ക് തന്നു. എല്ലാ സമൃദ്ധിയുമുണ്ട്. വചനത്തിന് സമൃദ്ധിയും ദൈവം നമുക്ക് തന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു ക്ഷാമം, ഒരു ദാരിദ്ര്യകാലം നമ്മുടെ മുമ്പിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവനുള്ള ദൈവം ശലോമോനിൽ കൂടി പറഞ്ഞു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നാം ഇന്ന് എന്ത് ചെയ്യണം? ഈ ക്ഷാമകാലം മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഈ വചനത്തിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ സമൃദ്ധിയുടെ കാലത്ത് വിശ്വാസികളായി നാം എന്താണ് ചെയ്യേണ്ടത്? 6-ാം അധ്യായം 6, 7, 8 വാക്യം. മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. ജീവനുള്ള ദൈവം മനുഷ്യനോട് പറയുകയാണ്, മടിയ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന്റെ വഴികളെ നോക്കി നീ ബുദ്ധി പഠിക്കുക എന്ന് ബുദ്ധിമാനായ മനുഷ്യനോട് ദൈവം പറയുകയാണ്. നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് നീ ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയുമില്ല. ഉറുമ്പിന് നായകനും മേൽവിചാരകനും അധിപതിയുമില്ല. അവനെ നിയന്ത്രിക്കാൻ ആരുമില്ല, അവനൊരു നേതാവില്ല. പക്ഷേ വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉറുമ്പിന് ബുദ്ധിയുണ്ട്. കാരണം ഒരു ക്ഷാമകാലം വരാൻ പോകുന്നുണ്ട്. ഒരു ക്ഷാമകാലം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവൻ വേനൽക്കാലത്ത് അവനുള്ള ആഹാരം സമ്പാദിച്ചു വയ്ക്കും. ജീവനുള്ള ദൈവം ബുദ്ധിമാനായ മനുഷ്യനോട് പറയുകയാണ്, വെറും ഒന്നുമല്ലാത്ത കൃമി കീടമായ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് നീ ബുദ്ധി പഠിക്കാനാണ് പറയുന്നത്. വേനൽക്കാലത്ത് അവൻ ആഹാരം സ്വരൂപിച്ചു വയ്ക്കും. ഇന്ന് പ്രിയപ്പെട്ട ദൈവവചനത്തിന്റെ സമ്പത്തിന്റെ കാലമാണ്, ഇന്ന് സമൃദ്ധിയുടെ കാലമാണ്. നാം എന്ത് ചെയ്യണം? ഈ വചനം നാം ഹൃദിസ്ഥമാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നാം ഹൃദിസ്ഥമാക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഈ വചനം നാം എന്നും വായിക്കണം. ഈ വചനം നാം കാണാതെ പഠിക്കണം. ഈ വചനം നാം ധ്യാനിക്കണം. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ക്ഷാമകാലം വരുമ്പോൾ സഹോദര, നീ ദരിദ്രനായി തീരാതിരിക്കാൻ വേണ്ടിയിട്ട്, നീ അലഞ്ഞു തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്, നീ നിരാശപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമൃദ്ധിയുടെ കാലത്ത് നീ ദൈവത്തിന് വചനം നിന്റെ ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കണം. ഹൃദയത്തിൽ നീ ശേഖരിച്ചു വെക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്കിടയായി. വചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല, വചനം കൊടുക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഇന്ന് വചനം വിതറാൻ ആളില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36, 37 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു വേദന വിഷയം കാണാം. കർത്താവ് വേദനിക്കുകയാണ്. 9-ാം അധ്യായം 36-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്നത്തെ ജനത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ചിഹ്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മനസ്സലിയുകയാണ്. അന്നത്തെ ആ ജനത്തെ കണ്ടിട്ട് ചിഹ്നിയവരും കുഴഞ്ഞവരുമായിട്ട്, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ,
വലഞ്ഞു നടക്കുന്ന ജനത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിയുകയാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? തന്റെ ശിഷ്യന്മാരോട്, പ്രിയപ്പെട്ടവരെ, നാം പ്രതീക്ഷ വെച്ച് വിളിച്ചതായ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കൊയ്ത്തിനു വേണ്ടി വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കും കൊയ്യാൻ ഇറങ്ങാൻ. പ്രിയപ്പെട്ടവരെ, വിളവെല്ലാം ഇതാ വിളഞ്ഞു കിടക്കുകയാണ്. എലിമാളങ്ങളിലേക്ക് ഈ വിളവെല്ലാം പോകുന്നതിന് മുൻപ് നമുക്കും കൊയ്യാൻ ഇറങ്ങാം. നമുക്ക് യേശുവിൻ്റെ സാക്ഷികളാകാം. നമുക്ക് ലഭിച്ചതായി സൗജന്യമായ വചനം അനേകർക്ക് പകർന്നു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറെ ലക്ഷ്യമില്ലല്ലോ, നമുക്ക് വേറെ ലാക്കില്ലല്ലോ. സൗജന്യമായി ദൈവം നമ്മെ ഈ ഭാഗ്യശാലികളുടെ നിരയിലേക്ക് ദൈവം കൊണ്ടുവന്നില്ലേ? നമുക്കും യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ഓടാം, യേശുവിൻ്റെ സാക്ഷികളായിട്ട് ഓടാം. അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിന് സൗന്ദര്യം വേണ്ട, അതിന് പഠിപ്പ് വേണ്ട, അതിന് കുടുംബ മഹിമ വേണ്ട, അതിന് പാരമ്പര്യം വേണ്ട. മകനെ, നിന്റെ ഈ കൊച്ചു ഹൃദയം അവനോട് തുറന്നു കൊടുത്താൽ മതി. യേശു ഉള്ളവനാണ് പ്രിയപ്പെട്ടവരെ ഭാഗ്യവാൻ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഭാഗ്യവാന്മാരുടെ നിരയിലേക്ക് ഞങ്ങളെയും ഓടുന്ന് ചേർത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സത്യവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഭാഗ്യവാന്മാരുടെ നിരയിലേക്ക് അവിടുന്ന് ഞങ്ങളെയും വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ പാദപീഠം ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ കർത്താവേ. ഞങ്ങൾ നിന്റെ ആ മുറിഞ്ഞ പാദപീഠം ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ നിന്റെ തിരുരക്തത്തിൽ നിന്ന് ആശ്രയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ നിന്റെ ആണിപ്പാടുള്ള കരമെടുത്ത് ഇപ്പോൾ നിന്റെ വചനം കേൾക്കുന്ന ഈ തലമണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന ആണിപ്പാടുള്ള കരമൊന്ന് ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീറുന്നവർക്ക് ആശ്വാസം നൽകണമേ. വേദനിക്കുന്നവരെ നീ തലോടണമേ. അവരുടെ കണ്ണുനീര് നീ തുടയ്ക്കണമേ. നിത്യ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഒരുക്കണമേ. ഈ വചനം കേട്ട മക്കളെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ.